ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കുക. ത്രീ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓവറോൾ എനർജി എന്ന് പറയുമ്പോൾ ത്രീ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി ഫാമിലി പറയുന്നത് പോലെ കേട്ടിരിക്കുന്ന വ്യക്തിയുടെ എനർജി ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ. ഈ വ്യക്തി കൂടുതലും മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ, അതായത് എന്ത് കാര്യവും കൂടുതലും നിങ്ങളെക്കാളും ഏറെ മറ്റുള്ളവർക്കായിരിക്കാം പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫാമിലി പരമായ കാര്യങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി കണക്ഷനായിരിക്കാം. അപ്പോൾ അവർക്കെല്ലാം ഒരു സപ്പോർട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഒരുപാട് പേർക്ക് സപ്പോർട്ട് നിൽക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. എന്തിനും മറ്റുള്ളവർക്ക് ഓടിച്ചെന്ന് അവരുടെ കാര്യങ്ങൾ തിരക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം പലതും. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജി. അപ്പോൾ മറ്റുള്ളവർക്ക് ഈ ഒരു വ്യക്തിയെ കൊണ്ട് ഒരുപാട് സഹായങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് കാണുന്നത്. നിങ്ങളടുത്ത് ഈ ഒരു വ്യക്തിക്ക് സ്നേഹമുണ്ട് കേട്ടോ. മനസ്സിൽ ഒരുപാട് സ്നേഹമുള്ള വ്യക്തി തന്നെയാണ്. ഇപ്പോഴും ഒരു ആളുടെ കയ്യിൽ കണ്ടോ ഒറ്റൊരു കപ്പേ ഉള്ളൂ, അത് നിങ്ങൾക്കുള്ളതാണ്. കാരണം കപ്പ് എന്ന് പറയുന്നത് ഇവിടെ സ്നേഹമാണ് കേട്ടോ. അപ്പോൾ ആളിപ്പോൾ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും, ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി, ആളുടെ മനസ്സ് നിറയെ നിങ്ങളോടുള്ള സ്നേഹമാണെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് തന്നെ ആൾക്ക് തിരിച്ചു വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ എനർജി ആയിട്ടാണ് കാണുന്നത്. ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എന്തോ ഒരു കാര്യത്തിൽ ആൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്നാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത്. അതിൽ കുറച്ച് വിഭാഗം പേർക്ക് മാത്രമാണ് ട്വിൻ ഫ്ലെയിം കണക്ഷനിൽ പെടുന്നത് കേട്ടോ. കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒത്തിരി സ്നേഹമാണ് നിങ്ങളടുത്ത്. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് പകർന്ന് തരാനായിട്ട് ആ വ്യക്തി കാത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ തിരിച്ചു വരവിനായി, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലാനും കാത്തിരിക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ അങ്ങോട്ട് ചെല്ലാത്തവരുണ്ടെങ്കിൽ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെയും വരാം. ഈ ഒരു സമയത്ത് കണ്ണ് കെട്ടിയൊരു അവസ്ഥയാണ്. എന്ത് തീരുമാനം എടുക്കണമെന്നുള്ളത് ആൾക്കൊരു സംശയമാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ കേട്ടോ, നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് തീരുമാനിക്കേണ്ടത്, അതാണ് ശരിക്കും ഒരു കണ്ണ് കെട്ടിയ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. ആൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തതായിട്ടാണ് കാണുന്നത്. പക്ഷെ ആളേറെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തെല്ലാം ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഒരു സെലിബ്രേഷൻ, അതുപോലെ ഒരു റിയൂണിയനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മാരേജൊക്കെ ഈ ഒരു വ്യക്തി ആഗ്രഹമാണ്, അവരുടെ വലിയൊരു സ്വപ്നമാണ്. പക്ഷേ തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ അത് വല്ലാതെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. ഭയങ്കര കൺഫ്യൂഷൻ മൈൻഡിലാണ് ഉള്ളത്. എന്നുവെച്ചാൽ ആ ഒരു കാര്യം മാത്രമാണ് അത് ചിന്തിക്കുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത് കേട്ടോ. നിങ്ങളുടെ കാര്യത്തിലുള്ള ഒരു തീരുമാനം, അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് സ്വന്തം തീരുമാനത്തെക്കാളും മറ്റുള്ളവരുടെ തീരുമാനത്തിനാണ് കൂടുതലും വില കൊടുക്കുന്നത്. അതായത് എന്ത് സംഭവം ഉണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ വ്യക്തിക്കായിട്ട് സ്വന്തമായിട്ട് തീരുമാനിക്കില്ല, അത് ഷെയർ ചെയ്യും. ചിലപ്പോൾ ഫ്രണ്ട്സിനടുത്തോ അല്ലെങ്കിൽ ഫാമിലിയോടോ അങ്ങനെയൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ടാണ് സ്വന്തമായിട്ടൊരു തീരുമാനം നിങ്ങളുടെ കാര്യത്തിൽ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുമായിട്ട് കണക്ഷൻ വേണം, ഇന്ന് വിടാൻ പറ്റില്ല, നിങ്ങളെ തന്നെ വേണം. നിങ്ങളുമായിട്ട് റിയൂണിയനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ മാരേജ് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ സ്വപ്നം, അവരുടെ ലോകം എന്ന് പറയുന്നത് തന്നെ അത് നിങ്ങൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല.
ഇതാണ് ഈ വ്യക്തിയുടെ എനർജി ആയിട്ട് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കാര്യത്തിൽ അവർക്ക് ഈഗോ ഉണ്ട് കേട്ടോ. ഈഗോ ഉള്ള വ്യക്തി തന്നെയാണിത്, നല്ല ഈഗോ ഉണ്ട്. അപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നവരായിട്ടാണ് കാണുന്നിട്ടുള്ളവർ എന്ത് പറയുന്നോ അത് കേട്ട്, അല്ലെങ്കിൽ ഫാമിലി പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയുന്ന പോലെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കിടയിൽ വഴക്കിലേക്ക് വരാം. അപ്പോൾ അത് എന്ത് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ കുറച്ച് രണ്ടുപേർക്കും ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കിടയിൽ. ഇവിടെ ഏറ്റവും വാൺസാണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക്. ആളെ അത് റിവേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. റിവേഴ്സ് വന്നുകൊണ്ട് തന്നെ ഇതിൽ തടസ്സമുണ്ട് നല്ല രീതിയിൽ. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈഗോ കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നില്ല. നിങ്ങൾ പരസ്പരം അങ്ങനെയായിരിക്കാം. ചിലപ്പോൾ ഇങ്ങോട്ട് വിളിക്കട്ടെ, അവരാണെങ്കിൽ അങ്ങോട്ട് വിളിക്കട്ടെ. ഒരു കോള്, ആ വ്യക്തിയുടെ കോള് പ്രതീക്ഷിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അതിലൊരു തടസ്സമുണ്ട്. കാരണം ആ വ്യക്തി കൂടുതൽ നിങ്ങൾ അങ്ങോട്ട് വിളിക്കാനാണ് ആൾ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആളുടെ നല്ല ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈഗോ ചിലപ്പോൾ അങ്ങോട്ട് ചെല്ലാനാണ് ഈ വ്യക്തി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രതീക്ഷ അങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആളുടെ കോള് പെട്ടെന്ന് വരില്ല നിങ്ങളിലേക്ക് കേട്ടോ. അത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ശരി, ഈ ഒരു വ്യക്തി നിങ്ങളെ വേണം ആൾക്ക്. നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ആൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്തും. ഇവിടെ ഈ ഒരു വ്യക്തി എന്തോ ഒരു എന്താ പറയുക, നിങ്ങൾക്കിടയിൽ എന്തോ വാക്ക് തർക്കമുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അത് ഈ വ്യക്തിയെ വല്ലാതെ തളർത്തിയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വ്യക്തി എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ, ആ വ്യക്തിക്ക് അതാണ് ആൾക്ക്. നിങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആളുടെ കോള് പെട്ടെന്ന് വരണമെന്നൊക്കെ, പക്ഷെ എന്തോ ഒരു വാക്ക് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവാം ആളെ. അതുകൊണ്ടാണ് ആൾ നിങ്ങളിലേക്ക് ഇപ്പോൾ വരാത്തത്. എന്നുവെച്ചാൽ ആൾക്ക് വരണമെന്ന് തന്നെ ഉണ്ട് മനസ്സിൽ. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ എന്തോ ഒരു ആളെ ഭയങ്കരമായിട്ട് അത് തളർത്തിയിട്ടുണ്ട് കേട്ടോ. അതുണ്ട് നിങ്ങൾക്കിടയിൽ വഴക്ക് തന്നെയാണ്. ഒരു വാക്ക് തർക്കത്തിനിടയിൽ നിങ്ങൾ പലപ്പോഴും എന്തൊക്കെയോ തരത്തിൽ നിങ്ങളുടെ വ്യക്തിയെ അങ്ങോട്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞത് ആൾക്ക് ഇഷ്ടമായിട്ടില്ല. ആളെ ഭയങ്കരമായിട്ട് അത് ഹേർട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട്, ആളെ തളർത്തി കളഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഏറ്റവും വാൺസിൻ്റെ എനർജിയും നമ്മൾ പറഞ്ഞില്ലേ, പെട്ടെന്ന് ആൾക്ക് വരണമെന്നുണ്ടായിരുന്നു, അതും റിവേഴ്സാണ് വന്നില്ല. അപ്പോൾ സാധ്യത കുറവാണ്. പോരാത്തതിന് ആൾ ഭയങ്കര ഈഗോ ഉള്ള വ്യക്തിയാണ്, ആൾ ശാഠ്യം പിടിച്ചിട്ടാണ് ഉള്ളത്. ഇതാണ് കാരണം. സംഭവം നിങ്ങളുടെ എന്തോ ഒരു വാക്കിൻ്റെ പേരിലാണ് ആൾ നിൽക്കുന്നത്. നിങ്ങൾ അരുതാത്തത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അരുതാത്ത എന്തോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ. അതാണ് ഇതിപ്പോൾ എല്ലാവർക്കും കണക്റ്റ് ആവില്ല, കുറച്ച് പേരുടെ റീഡിംഗ് ആണ്. നിങ്ങളെന്തോ ആൾക്കിങ്ങനെ മുറിപ്പെടുത്തുന്ന തരത്തിൽ, ആളെ തളർത്തി കളയുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആളെ. അതുകൊണ്ടാണ് ആൾ നിങ്ങളിലേക്ക് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷെ ആൾക്ക് വരാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ആളുടെ ഇഷ്ടത്തിനൊന്നും യാതൊരു കുറവില്ല. നിങ്ങളോടുള്ള ഇഷ്ടത്തിനോ നിങ്ങളുമായിട്ടുള്ള ഒരു എല്ലാം കൊണ്ട് ആൾ നിങ്ങളെ തന്നെയാണ്, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളെ തന്നെയാണ് കാണുന്നത് കേട്ടോ. അതാണ് മെയിൻ കാണുന്നത് ഇതിൽ. ആൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അവർക്ക് ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ കരിയറിലാവാം, അല്ലെങ്കിൽ അവരുടെ ഏത് സിറ്റുവേഷനിലായാലും സന്തോഷിക്കാൻ പറ്റിയ സമയമാണ്, അല്ലെങ്കിൽ അവർ എല്ലാം കൊണ്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു സമയമാണ്. പക്ഷെ ഇപ്പോൾ പോലും അവർക്ക് ആ ഒരു സമയത്ത് പോലും നിരാശ കാരണം ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെന്തോ ഒരു പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോഴും അത് തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഭയങ്കരമായിട്ട് അവർ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പോലും കേട്ടോ. ഏത് സമയത്ത് അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ്. അവർക്ക് ജോലിയിലൊന്നും ആൾ ശ്രദ്ധ കൊടുക്കുന്നില്ല, ഇപ്പോൾ ആളുടെ സിറ്റുവേഷനിൽ ആൾ ശ്രദ്ധ കൊടുക്കുന്നില്ല. ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അവരുടെ കരിയറിലൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിയിലൊക്കെ ചില നല്ല നല്ല മാറ്റങ്ങൾ വരുന്ന സമയമായിരിക്കാം. പക്ഷെ അവിടെയൊന്നും ആളുടെ ശ്രദ്ധയില്ല. ആളുടെ ശ്രദ്ധ മൊത്തമില്ല നിങ്ങളുടെ കാര്യത്തിലാണ്. ആൾ നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. അതാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതാണ് നിങ്ങളുടെ കാര്യത്തിൽ ആൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളതെന്തോ ആളെ അരുതാത്തത് നിങ്ങളെന്തോ പറഞ്ഞിട്ടുണ്ട് ആളെ. നിങ്ങൾ തമ്മിൽ വഴക്ക് നടന്നിട്ടുണ്ട് നല്ല രീതിയിൽ. ഇപ്പോൾ പോലും ആൾ നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര സ്റ്റക്കാണ്.
അത് നിങ്ങളിലേക്ക് വരുന്ന കാര്യത്തിലായിരിക്കാം കൂടുതൽ ആ സ്റ്റെക്ക് കാണിക്കുന്ന അതാണ്. പക്ഷേ ആൾക്ക് എങ്ങനെയായാലും ശരി 6 ഓഫ് ഷോട്ട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം, അതാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കേട്ടോ. നിങ്ങളുമായിട്ട് ആൾക്ക് മുന്നോട്ട് പോകണം. ഇനി എന്തൊക്കെ ഇതിനകത്ത് തടസ്സം സ്റ്റക്കാണ് എങ്കിൽ പോലും ആൾക്ക് നിങ്ങളെ വേണം. നിങ്ങളെ കാണുന്ന ആൾ ഒരു ഫാമിലി ആയിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങളുമായിട്ട് ആൾക്ക് മുന്നോട്ട് പോകണം, ആൾക്ക് ഒരു യാത്ര പോകണം, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലൊക്കെ പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഈ വ്യക്തിക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും, നമുക്ക് ഇവിടം വിട്ട് എവിടെയെങ്കിലും പോകാം? ചില സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, 1-2 ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, എല്ലാവരും പറഞ്ഞില്ലെങ്കിലും. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളൊരു മൈൻഡിൽ തന്നെയാണ് ആ വ്യക്തി ഉള്ളത്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാം. കാരണം മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നതും ഇവിടെ ആ ലവേഴ്സ് എനർജിയാണ് കണ്ടോ. ഇതൊരു ഡിവൈൻ കണക്ഷനാണ്. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഒഴിവാകുന്ന ബന്ധമല്ല കേട്ടോ നിങ്ങളുടെ ബന്ധം, ഡിവൈൻ കണക്ഷനാണ്. അപ്പം നിങ്ങളുമായിട്ട് പിന്നെ വന്നിരിക്കുന്നതും വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ വേൾഡാണ്, നിങ്ങൾ തന്നെയാണ് ആളുടെ ലോകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങളും ഒരിക്കലും ഈ ഒരു യാത്ര, നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു യാത്ര അവസാനിക്കുന്നില്ല, അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും, അതൊരു വിജയത്തിലേക്ക് എത്തും എന്നൊക്കെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ പ്രശ്നം എന്തൊക്കെ ബുദ്ധിമുട്ട് ഇതിനകത്തുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ ഉദ്ദേശം കേട്ടോ. അതുകൊണ്ട് അവരിപ്പോൾ സ്റ്റെക്കാണെങ്കിലും അവരുടെ മനസ്സ് നിറയെ നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ പിണക്കം, ചെറിയൊരു സൗന്ദര്യ പിണക്കം, അതൊക്കെ മാറുമെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അത്രത്തോളം സോൾ കണക്ഷൻ ഇല്ല ബന്ധമാണിത്. അങ്ങനെ ആർക്കും ഇതിനെ പൊട്ടിച്ച് തകർക്കാനൊന്നും ആരെ കൊണ്ടും സാധിക്കില്ല കേട്ടോ കാണുന്നത് കേട്ടോ. കാരണം യൂണിവേഴ്സായിട്ട് തന്നെയാണ് നിങ്ങളെ കൂട്ടിച്ചേർത്തതെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ ഒന്നിപ്പിക്കും എന്ന് കാണുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. ലെറ്റർ പി ആണ് വന്നിരിക്കുന്നത്. പാലക്കാട്. ലെറ്റർ ടി ആണ് വന്നിരിക്കുന്നത്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ. ജൂലൈ. മകം. ലെറ്റർ ജി. ഉത്രം. യു. ലെറ്റർ യു. ലെറ്റർ എൽ. ഡാൻസ് അറിയുന്നവരായിരിക്കാം. ലെറ്റർ ഡി. ലെറ്റർ കെ. ലോങ് ഹെയർ. പൂയം. ലെറ്റർ ക്യൂ കേട്ടോ, ട്രിക്കേട്ടാ. സെപ്റ്റംബർ. ലെറ്റർ ഡബ്ല്യു ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ എൻ ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ ഐ. ഡിസംബർ. ലെറ്റർ എഫ് ആണ് വന്നിരിക്കുന്നത്. ഓഗസ്റ്റ്. ഉത്രാടം. സോഷ്യൽ വർക്കർ ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്